താനെന്താ എവിടെ? ചുമ്മാ വെറുതെ. താനിപ്പോ ഫൈനൽ ഇയർ അല്ലേ? ഇന്ന് കോളേജിൽ പോയില്ലേ? പോയെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരിക്കൂ. ശരിക്കും തന്റെ വണ്ടിക്ക് എന്താ പറ്റി? ഒന്നും പറയണ്ടെന്നേ, ഇടയ്ക്കിടയ്ക്ക് അത് പണി മുടക്കും. 2 ചവിട്ടും തൊഴിയൊക്കെ കൊടുക്കുമ്പോൾ ശരിയാവുന്നതാ. പക്ഷെ ഇന്ന് ഒരു രക്ഷയുമില്ല. എനിക്കാണെങ്കിലേ ഈ ഓർഡർ സമയത്തിന് കസ്റ്റമറുടെ അടുത്ത് എത്തിക്കുകയും വേണം. ആകെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെട്രോൾ ഉണ്ടോ വണ്ടിയിൽ? പിന്നെ പെട്രോളൊക്കെ ഉണ്ട്. ഇന്നലെ 100 രൂപയ്ക്ക് അടിച്ചതല്ലേ. ഇത് പ്ലഗിന്റെ പ്രശ്നമാണ്. ഇനി ഒരു മെക്കാനിക്കിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ശരിയാക്കിയിട്ട് പോകാന്ന് വെച്ചാൽ പണി പാളും. കസ്റ്റമർക്കുള്ള ഫുഡ് ഇതിനകത്തിരിക്കുക. എന്റെ ബുള്ളറ്റ് എടുത്തോ. അപ്പോ തനിക്കിപ്പോ വണ്ടിയുടെ ആവശ്യമില്ലേ? ഞാൻ ഇവിടെ ഇരിക്കല്ലേ സുഹൃത്തെ. കുറച്ചു നേരത്തേക്ക് എനിക്ക് വണ്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ടല്ലേ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. താൻ അധികം വൈകില്ലല്ലോ? ഇല്ല, എല്ലാം കൂടി ഒരു അരമണിക്കൂർ. എന്നാ പോയിട്ടോ. ഇനിയിപ്പോ സമയത്തിന് ഫുഡ് കിട്ടാതെ തന്റെ കസ്റ്റമറിന്റെ വായി ഇരിക്കുന്നൊന്നും കേൾക്കണ്ട. വലിയ ഉപകാരം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. ഇയാള് വേറെങ്ങും പോവില്ലല്ലോ? എന്താ കാര്യം? അല്ല, ഇവിടെ തന്നെ കാണുമെങ്കിൽ ഞാൻ കീ തന്നിട്ട് പോവാം. മെക്കാനിക്കിനെ വിളിച്ച് പറഞ്ഞാൽ അയാൾ വന്ന് വണ്ടി നന്നാക്കി വെച്ചോളൂ. അപ്പൊ പിന്നെ ടൈം മാനേജ് ചെയ്യാമല്ലോ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. ബാക്കി കഥകളൊക്കെ നമുക്ക് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ശരി. ഹലോ. അപ്പു, നീ എവിടെയാ? ഞാൻ കോളേജിലാ. എന്താ അമ്മ? ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. മാളും ഉണ്ടോ ക്ലാസ്സില്? അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ശരി അപ്പു, ഞാൻ പിന്നെ വിളിക്കാം. കൊച്ചുപിള്ളേർ മിഠായി ഭരണിയിലോട്ട് നോക്കിയിരുന്ന് വെള്ളം ഉറക്കുന്നത് പോലെ ഇയാൾ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ. ഇയാളിനി ശരിക്കും ഡോക്ടർ തന്നെയാണോ അതോ വല്ല വ്യാജനമായിരിക്കും? അല്ല ഡോക്ടറെ, കൊച്ചിങ്ങനെ വാടിയ ചീരത്തണ്ട് പോലെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ. നമുക്കിത്തിരി വെള്ളം കൊടുത്തങ്ങ് എഴുന്നേൽപ്പിച്ചാലോ? അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് കൊച്ചുമോളെ കൊണ്ട് ഇപ്പൊ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുണ്ടോ മുത്തശ്ശിക്ക്? അങ്ങനൊന്നുമില്ല. എന്നാലും ഇവിളിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം. അതിലും വലിയ സങ്കടമുള്ള കാഴ്ചയാണല്ലോ ഞങ്ങൾ കണ്ടോണ്ട് വന്നത്. ഇന്നിവിടെ അരങ്ങേറിയ മന്ത്രവാദവും മറ്റും സ്പോൺസർ ചെയ്തത് മുത്തശ്ശിയായിരുന്നല്ലേ? കൊള്ളാം, നല്ല ബെസ്റ്റ് കക്ഷിയാണല്ലോ. അല്ല, ഡോക്ടർ ഇവിടെ ഏത് ആശുപത്രിയിലാന്നാ പറഞ്ഞത്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ, ഞാൻ ഡോക്ടർ തന്നെയാണോന്ന് വല്ല സംശയമുണ്ടോ? അല്ല, അന്ന് നിങ്ങളിവിടെ വന്നിട്ട് പോയ കാര്യം അശ്വതി എന്നോട് പറഞ്ഞായിരുന്നു. ഞാനന്ന് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടുണ്ടായിരുന്നു, അതിന് പോയേക്കുമായിരുന്നു. ദേ, മോള് കണ്ണു തുറന്നല്ലോ. ഹലോ മാളവിക, ഞാൻ ഡോക്ടർ ജോബിൻ. തൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകനാ. കോയമ്പത്തൂരിലൊപ്പം ഉണ്ടായിരുന്ന ഒരു ഡെയ്സിയുടെ കാര്യം അച്യുതേണ്ടി പറയാറില്ലേ? ആ ഡെയ്സി ടീച്ചറുടെ മോനാ ഞാൻ. ഇവൻ ആള് കൊള്ളാലോ. കൊച്ചിന് കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരം കോയമ്പത്തൂരിലെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
എനിക്കെന്താ പറ്റിയത്? അത് പിന്നെ മോളെ, ഒന്നുമില്ലടോ, താൻ സ്റ്റെപ്പിൽ നിന്നൊന്ന് സ്ലിപ്പായി. ആ വീഴ്ചയിലൊന്ന് ഫെയിൻ്റായി, അത്രേ ഉള്ളൂ. കൃത്യസമയത്ത് തന്നെ ഞാനിവിടെ വന്നു. അതുകൊണ്ട് ഉടനെ ഒരു ഡോക്ടറുടെ സേവനവും കിട്ടി. ആൻഡ് നൗ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്നുവെച്ചാൽ കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ. ജസ്റ്റ് റിലാക്സ്. ഞാൻ പോയി അശ്വതിയോടും മുരളിയോടും വിവരം പറയട്ടെ. മുത്തശ്ശി, അവരോട് ഞാൻ പറഞ്ഞോളാം. മുത്തശ്ശി മാളുവിൻ്റെ അടുത്തിരിക്കാം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വെറുതെ പേടിപ്പിക്കരുത് കേട്ടോ. ഇനിയും കുറച്ചു നേരം ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്താൻ പോണ്ട. അപ്പുവിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ അതെന്തായാലും അവളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് മാളുവിനെ നിങ്ങൾ പറഞ്ഞു വിലക്കാൻ നോക്കിയ രീതി ശരിയായില്ല എന്നാ എന്റെ തോന്നൽ. അത് ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സിന് പറ്റാത്തതുകൊണ്ടാണ് അവളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോയത്. അതാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അശ്വതി? അവളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഈ കാണിച്ചതുപോലെ മന്ത്രവാദവും പൂജയുമൊന്നും അല്ല അതിനുള്ള പ്രതിവിധി. രണ്ടുപേരും അവളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി അപ്പവുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയേ പറ്റൂ എന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ഇത്ര ധൃതി പിടിച്ച് അതിന് നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു. സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവളെ ഒഴിവാക്കിയെടുക്കുകയായിരുന്നു വേണ്ടത്. ആ വഴിയൊക്കെ ഞങ്ങൾ പലവട്ടം ശ്രമിച്ചതാ ടീച്ചർ. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കാര്യം നേടിയെടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങളെപ്പോലെ പഠിപ്പും വിവരവുമുള്ള പല മാതാപിതാക്കൾക്കും പറ്റുന്ന അബദ്ധമായത്. സ്വന്തം മക്കളെ വരുതിക്ക് കൊണ്ടുവരാൻ കുറുക്കു വഴികൾ തെരഞ്ഞെടുക്കുക. അത് പാടില്ല മുരളി. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കി രണ്ടാളും.